നമുക്ക് ഇവിടുന്ന് ഒരു ചായ കുടിച്ച് പോയാലോ? ഇവിടുന്ന് കോഫിയൊക്കെ പിന്നെ കുടിക്കാം. നമുക്ക് ആദ്യം ഡോക്ടറെ കാണാം. ഒരു കപ്പ് കാപ്പി കുടിക്കാം. വേണ്ടാന്നേ. വായിച്ചി. എന്താ പേര്? സെബീന. എത്ര വയസ്സുണ്ട്? 42. 42. ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത്? അതെ. എന്താ പ്രശ്നം കുട്ടിക്ക്? എനിക്ക് രാത്രി നല്ല ചുമ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചൂട് കൂടുതലാണല്ലോ. വൈകുന്നേരം ആകുമ്പോ പ്രശ്നമാണ്. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്യാം. ശ്വാസം വലിക്ക്. ഒന്നുകൂടെ ശ്വാസം വലിക്ക്. ഓക്കെ, ആ മുടി ഒന്ന് മാറ്റിയേ. ശ്വാസം വലിച്ചു വിട്ടേ. ഒന്നുകൂടി ശ്വാസം വലിച്ചു വിട്ടേ. ഓക്കെ ഓക്കെ, 1-2 ടെസ്റ്റിന് ഞാൻ എഴുതി തരാം. അതിന് സെക്ഷൻ വേറെ ഉണ്ട്. ഇവിടെ തന്നെ ലാബുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടൊരു ബയോപ്സി കൂടി ചെയ്യേണ്ടി വരും. ഈ റിപ്പോർട്ട് കാണിക്കാൻ ഉച്ച കഴിഞ്ഞെത്തണം. ഇതിന് ശേഷം നമുക്ക് ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്യാം. ആരെങ്കിലും കൂടെ വന്നിട്ടുണ്ടോ? അനിയത്തിയുണ്ട് പുറത്ത്. ഒന്ന് വിളിക്കാമോ? ഓക്കെ, ശരി. വരൂ. അനിയത്തിയാണല്ലേ? അതെ. ഓക്കെ. ചേച്ചിക്ക് എങ്ങനെയുണ്ട്? ചേച്ചിയുടെ കാര്യത്തിന് വേണ്ട ടെസ്റ്റിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ബയോപ്സി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും റിപ്പോർട്ട് വരിക. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവൾക്ക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യേണ്ടി വരും. കുറച്ച് കാശൊക്കെ മുടക്കേണ്ടി വരും. അറൗണ്ട് 10 lakhs rupees ഒക്കെ വേണ്ടി വരും. ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ കയ്യിൽ വെച്ചോ. മമ്മി. ആ മോളെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇന്ന് ഓഫീസിലേ ഞാൻ കാരണം ഒരു ഡീല് സെറ്റായി. ആഹാ. പക്ഷേ ഇപ്രാവശ്യം കമ്മീഷൻ കൂടുതൽ കിട്ടുമെന്നാ പറഞ്ഞേ. കഴിഞ്ഞ വർക്കിന് ഞാൻ പ്രതീക്ഷ പോലെ കിട്ടിയില്ല. അതെയോ? എന്നാ നമുക്ക് സബീനയുടെ ഹയർ സ്റ്റഡീസിന് അത് എടുത്താലോ? ചേച്ചി കാനഡയിൽ പോണ കാര്യം പറയണ്ടായിരുന്നു. ആ, നോക്കിയാലോ നമുക്ക്? അത് ശരിയാ, നോക്കാം. ആ, നീ ചേച്ചിയെ വിളിക്കേ. ചേച്ചി, ചേച്ചി. എന്തോ? ഇങ്ങോട്ട് വന്നേ. ആ, മോള് നേരത്തെ വന്നോ? ഒരു കാര്യമുണ്ട്. എന്താണാവോ? അതെ, ഇവളുടെ കമ്പനിന്ന് നല്ലൊരു ഡീല് കിട്ടിയിട്ടുണ്ട്. ആ പൈസയും കൊണ്ട് നിന്റെ ഹയർ സ്റ്റഡീസിന് ഒന്ന് ശ്രമിച്ചാലോ? ഒന്നുമില്ലെങ്കിൽ നിന്റെ പഠിപ്പ് നടക്കട്ടെ. അല്ലെങ്കിൽ ആദ്യം നമ്മുടെ കടങ്ങൾ വീട്ടിയാലോ? അത് കഴിഞ്ഞിട്ട് മതി. പഠിപ്പൊക്കെ പിന്നെ ആവാലോ. അത് മതി മോളെ. ചേച്ചിയുടെ ഇഷ്ടം പോലെ. പപ്പ പോയിട്ട് മമ്മി ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളെ പഠിപ്പിച്ച് ഇനി ബാധ്യത നിൽക്കുന്നത് ശരിയല്ല മോളെ. ഈ ബാധ്യത തീരട്ടെ. അല്ലേ മമ്മി? പറയുന്നത് കേക്ക്. അത് മതി. പെണ്ണിൻ്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു, അയ്യാ കണ്ണാടി പുഴയൽ വിരിയണു കുളിരല പോലെ. കണ്ടില്ലേ കിന്നാരം പറയണൊരാളെ, അയ്യാ എല്ലിക്കാടടി മുടികിലുകണ് കലപില പോലെ. അച്ചു, വീടൊക്കെ നല്ലതാണ്. ഇതാണ് ചായ അവരുടെ സെറ്റപ്പ്. ഓക്കെ, വെരി ഗുഡ്. പാവങ്ങളാ. ഈ വീട്ടിൽ ആരുമില്ല ഇവിടെ? ഓ, സെറീന. ആ, അച്ഛനോ? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇതാരാണച്ചോ? ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ പാപ്പച്ചൻ. എല്ലാം ചെയ്തു തരും. നമ്മുടെ പാപ്പച്ചൻ ദൈവദൂതനെ പോലെ വന്നിരിക്കുന്നു. അച്ചോ, ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാനാണ് വലിയ കൊട്ടാരത്തിൽ പാപ്പച്ചൻ എന്ന് പറയും. ഞാൻ കഴിഞ്ഞ 40 വർഷമായിട്ട് പ്രവാസിയാണ്. അമേരിക്കയിലായിരുന്നു. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇപ്പോൾ കേരളത്തിൽ സെറ്റിൽഡ് ആണ്. ഈ കുടുംബത്തിന്റെ അവസ്ഥയെപ്പറ്റി അച്ഛൻ എന്നോട് പറഞ്ഞു. മോൾ ആശുപത്രിയിലാണെന്നും മറ്റും. അച്ചോ, എന്നെപ്പറ്റി പുകഴ്ത്തി പറയേണ്ട ആവശ്യമില്ല. മോളെ, ഞാൻ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് അമേരിക്കയിൽ നിന്ന് വന്നത്.
ഒരുപാട് നന്ദിയുണ്ട്. കുഴപ്പമില്ല, നന്ദിയൊക്കെ സ്വീകരിക്കാം. കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കുമോളെ പാപ്പച്ചൻ? വെള്ളം എന്തെങ്കിലും കൊണ്ടുവന്നേ. ആ മോളുടെ മുഖത്ത് എന്തൊരു കുലീനതയാണ്, ഒരു ശാലീനതയാണ്. അത് ദിവ്യ തേജസ്സായിട്ടാ ഞാൻ കാണുന്നത്. അച്ഛനെന്ത് തോന്നുന്നു? പാപ്പച്ച, ഈ കുടുംബത്തെ 2 വർഷം കൊണ്ട് എനിക്കറിയാം. ഈ ഇടവകയിലെ അച്ഛനാണ് ഞാൻ. എല്ലാവരും മര്യാദയ്ക്ക് നല്ലപോലെ ജീവിക്കുന്ന ഒരു കുടുംബമാണ് പാപ്പച്ച. തീർച്ചയായിട്ടും ആ കുഞ്ഞ് പാവം. അച്ഛ, എന്നാ വെള്ളം. പാപ്പച്ചന് കൊടുക്കൂ. അച്ചോ, വാങ്ങി കുടിച്ചാ മതി. വെള്ളം കുടിക്കുകയാണ് അച്ചോ, വെള്ളം കുടിക്കുകയാണ്. അച്ചോ, ഈ കുടുംബത്തിന് വേണ്ടിയുള്ള നമുക്ക് സഹായിക്കാനുള്ള മനസ്സ് ദൈവം തന്നു. സന്തോഷായല്ലേ പാപ്പച്ചന്? സന്തോഷമായി. അർഹതപ്പെട്ടവരെ സഹായിക്കണം. ദേ കോള് വരുന്നു, നോക്ക്. പാപ്പച്ച, ആ. അരവിന്ദർ ഫോൺ, എനിക്ക് അർജന്റായിട്ട് പോണം. ഓ, അച്ഛൻ പോവാണോ? പോയിട്ട് വരാം. ഓ, ഓക്കെ അച്ഛാ, ഇത് അവർക്ക് കൊടുക്കാലോ അല്ലേ? സബീന, സെറീന, കുറച്ചേരം സംസാരിച്ചിരിക്കൂ. മോളപ്പ എന്തെടുക്കാ ഇവിടെ? ഞാൻ വർക്ക് ചെയ്യാം. ഓ, റിയൽ എസ്റ്റേറ്റിലാണോ? ഓ, അതാ നമ്മുടെ അച്ഛൻ പറഞ്ഞിരുന്നു എൻ്റെ ഒരു 10 ഏക്കർ മൂന്നാറിലുണ്ടെന്ന്. ഓക്കെ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ആ ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് കാണാൻ പറ്റുമോ? ഞാൻ ഓഫീസിൽ കൊണ്ടുവന്ന് തരാം. ആ, ഓഫീസിലോട്ട് വന്നാൽ മതി. ഞാനൊന്ന് വെരിഫൈ ചെയ്ത് നോക്കിയിട്ട് പറയാം. വെരിഫൈ ചെയ്ത് നോക്കിയിട്ട് തന്നാൽ മതി. ആ. ഓക്കെ, അപ്പൊ അതിന്റെ കാര്യത്തിലുള്ള തലവേദന മാറി. ആഹാ. അപ്പോൾ നല്ലൊരു ഡീൽ ഉണ്ടാക്കി തരണം. ആ. അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പെർസെന്റേജ് നമുക്ക് കിട്ടുമല്ലോ. ആ, ആ. യാ, അപ്പോ അങ്ങനെ നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥയൊക്കെ ഒന്ന് മാറ്റേണ്ടായോ? ഉം. യാ, അപ്പോ നമുക്ക് ഓക്കേ. അങ്ങനെ ചെയ്യണം. മോളെ, ഇതെന്താ ഈ ഹൈന്ദവരുടെ എല്ലാം കാണിക്കുന്നത്? ആ, അതെ, ഞങ്ങളുടെ വീട് ജപ്തി ഓ, ആയപ്പോ പിന്നെ വാടകയ്ക്ക് ഓക്കേ. വന്നതാ ഈ വീട്ടിൽ. ആണോ? അപ്പൊ ഈ വീട്ടിലെ ഫാമിലി ഓസ്ട്രേലിയയിൽ സെറ്റിൽഡാ. അപ്പൊ ആഹാ. അവര് ഹിന്ദുസാ. ഞങ്ങക്ക് ഇവിടെ ടേക്ക് കെയർ ചെയ്ത് നോക്കാൻ മാത്രമേ ഉള്ളൂ. സാധനങ്ങളൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് അവിടെ താമസിക്കാം. അതേതായാലും ഭാഗ്യമായി പോയി. ഈ സമയത്ത് നിങ്ങൾക്കൊരു അത്താണിയായിട്ട് എത്താൻ അച്ഛൻ പറ്റി. പറഞ്ഞിട്ട് കിട്ടിയ വീടാ. അച്ഛൻ പറഞ്ഞിട്ടേ, അദ്ദേഹം നല്ല മനുഷ്യനാ. പിന്നെ നിങ്ങൾക്ക് എന്നെ കൊണ്ട് പല കാര്യങ്ങൾക്കും ഉപകാരമുണ്ടാകും. ഞാൻ കുറെ ഓർഫനേജുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ, അതച്ഛൻ പറഞ്ഞിരുന്നു. പിന്നെ അങ്കിള് ഇവിടെ വന്ന് സെറ്റിൽ ആയത് എന്താ? അവിടെന്ന് എനിക്ക് ചാരിറ്റി ആയിട്ട് പ്രവർത്തിക്കണമെന്ന ആഗ്രഹമായിരുന്നു കൊച്ചിലെ. മദർ തെരേസയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടാണ് എനിക്ക് അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായത്. അങ്ങനെയാണ് നാട്ടിൽ വന്നത്. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ആൾക്കാരും മണ്ണും മനുഷ്യനും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് ഉള്ളത്. ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാനും സെറ്റിൽ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. അങ്കിള് വിചാരിച്ച എനിക്ക് അവിടെ ജോലി കിട്ടോ? മോൾക്ക് അവിടെ ജോലി കിട്ടും. ഹോം നഴ്സിംഗ് വല്ലതും പഠിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഞാൻ നേഴ്സിംഗ് ഒന്നും പഠിച്ചിട്ടില്ല. എന്റെ മമ്മി നേഴ്സായിരുന്നു. ഓ, മമ്മി നഴ്സാണോ? ആ, മമ്മി നേഴ്സായിരുന്നു. പപ്പയുടെയും മമ്മയുടെയും കല്യാണം കഴിഞ്ഞിട്ട് പപ്പ മമ്മീനെ വിട്ടില്ല ജോലിക്ക്. ഓ, മമ്മിയൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നു? മമ്മിന്റെ ഏകത്തുണ്ട്. ഉണ്ടോ? ഓ, ഒന്ന് വിളിക്കാമോ? ആ, വിളിക്കാം. മമ്മി, മമ്മി, അങ്കിൾ ഇരിക്കെ, ഞാൻ മമ്മീനെ പോയി ആ, വിളിച്ചിട്ട് വരാം. ഓക്കെ ഓക്കെ. മമ്മി വാ. ആ, അച്ചായനോ? അച്ചായനെ പറ്റി അച്ഛൻ ഒരുപാട് പറഞ്ഞു അച്ഛൻ എന്നെ കേട്ടിട്ടുണ്ട്. പലതും പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടാവും. ഓ, അത്രയൊന്നും ആളില്ല. അച്ഛൻ എന്നെ പറ്റി എന്ത് പറഞ്ഞാലും മതിയാകുകയില്ല. ഞങ്ങളെ സഹായിക്കാൻ സന്മനസ് കാണിച്ചതിന് ഒരുപാട് നന്ദി. നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ആ, പോട്ടെ. ഓക്കെ ഓക്കെ, ശരി. ഞാൻ അങ്ങോട്ട് ഓഫീസിലേക്ക് വരാം. ആ ആ ആ, ആ വന്നാ ഡോക്യുമെന്റ് മതി. വാങ്ങിക്കാൻ. ആ. ഓക്കെ, ബൈ. താങ്ക് ഓക്കെ, യു. ബൈ. അച്ചായ, എൻ്റെ ഹസ്ബൻഡ് പോയിട്ട് 15 വർഷമായി. ഓ, ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഈ 2 കുട്ടികളെ വളർത്തി വലുതാക്കിയത്. അതിനിടയിലാണ് സബീന മോൾക്ക് ഈ അസുഖം. ജീസസ്. എല്ലാം വിറ്റ് പറക്കിയിട്ടാ മോളുടെ ചികിത്സ നടത്തുന്നത്. ഇനി എൻ്റെ കൈവശം ഒന്നുമില്ല. എല്ലാം ഇനി അച്ചായൻ്റെ സഹായം പോലെ. ശോശാമ കരയണ്ട, ദൈവം വഴി തുറക്കുമേ. എല്ലാവരുടെ ജീവിതത്തിലും ഓരോ താഴ്വരകളുണ്ട് ശോശാമേ. നമ്മ ഇതൊക്കെ ഫേസ് ചെയ്തേ പറ്റും ജീവിതത്തിൽ. ഞാൻ കൂടുതലും മാക്സിമം നമ്മുടെ ഈ ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് നടത്താനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുക. നാളെ തന്നെ ആസ്പത്രിയിൽ പോയി ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചോളൂ. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഓ, ശരി. ശോശാമ, ഇനിയൊന്നും പേടിക്കണ്ട, ഞാനുണ്ട് നിങ്ങൾക്ക്. ഓ, ഈ കുടുംബത്തെ എനിക്ക് സഹായിക്കാനായല്ലോ. നമുക്കങ്ങനെ ആശ്വസിക്കാം. ശോശാമ എനിക്ക് വളരെ ഇഷ്ടമായി. ഞങ്ങളെ സഹായിക്കാൻ സന്മനസ് കാണിച്ചതിന് ഒരുപാട് നന്ദി.
ദൈവദൂതനെ പോലെയാണ് അച്ചായൻ ഞങ്ങളുടെ ഓ ജീവിതത്തിലേക്ക് വന്നത്. അത്രയ്ക്കൊന്നുമില്ലെന്നേ. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുന്നു. ശോശാമ്മയുടെ ചിരി നിഷ്കളങ്കതയുടെ പര്യായമായ ഞാൻ കാണുന്നത്. ദൈവം സഹായിക്കട്ടെ. നല്ലൊരു കുടുംബിനെ പിള്ളേരെ കഷ്ടപ്പെട്ട് വളർത്തി നല്ല വിദ്യാഭ്യാസവും നല്ല കുടുംബ മഹിമയും ഒക്കെ കൊടുത്ത് എല്ലാം വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മക്കളുടെ ആ കുലീനത, കുടുംബമാഹാത്മ്യം എല്ലാം ശോശാമ്മ പഠിപ്പിച്ച കാര്യങ്ങളാണ്. ശോശാമ്മയെ അത് വലിയൊരു ക്വാളിറ്റിയാണ്. സന്തോഷായി. അതാണ് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട കാര്യം. അതും പപ്പയില്ലാതെ ഇത്രയും കാര്യങ്ങൾ നടത്തിയില്ലേ. സ്വന്തം വീട് പോലും ജപ്തി ചെയ്തപ്പോൾ പിടിച്ചു നിന്നില്ലേ. ആ കുഞ്ഞിന്റെ ഓപ്പറേഷന്റെ കാര്യത്തിൽ എനിക്ക് സഹായം ചെയ്യാൻ കഴിഞ്ഞല്ലോ. ശോശാമ്മയുടെ വിഷമങ്ങൾ എൻ്റെയും കൂടിയാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ശോശാമ്മ കരയണ്ട. ഇതൊക്കെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളല്ലേ. എല്ലാ പ്രശ്നങ്ങളും മാറും. കരയാതിരിക്കൂ. നമുക്ക് എന്തു വന്നാലും നേരിടാനുള്ള മനോധൈര്യം വേണ്ടേ. ശോശാമ്മ ഒരിക്കലും കരയേണ്ട ആവശ്യമില്ല. ഞാൻ അച്ചായനുണ്ട് ഇനി എല്ലാത്തിനും. അച്ചായനൊരു വാക്ക് തരാം. 10 ലക്ഷം കൊടുത്തിരിക്കും. മോളുടെ ഓപ്പറേഷൻ സക്സസ് ആയി കംപ്ലീറ്റ് ആവുകയും ചെയ്യും. ശോശാമ്മ പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും അച്ചായനുണ്ട്. അമേരിക്കയിൽ നിന്ന് അച്ചായൻ വന്നില്ലായോ? അപ്പോൾ അങ്ങനെയുള്ള ഇനി മോളുടെ ജീവിതത്തിൽ എന്താടോ ശോശാമ്മേ, ഞാൻ പറഞ്ഞത് ചെയ്തിരിക്കും. ശോശാമ്മ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആസ്പത്രി പോയി വേണ്ടത് ചെയ്തോളാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. ഇടയ്ക്കിടയ്ക്ക് വരാം. കാറിന്റെ ചാവി എടുത്തോ? മോളോട് പറഞ്ഞേക്ക്. ആ ശരി. കാണണം. എന്റെ കർത്താവേ, എങ്ങനെയുണ്ട് ഇപ്പോ? കുറവുണ്ട്. ഫുഡ് നേരത്തെ വരണ്ടേ? ഭക്ഷണം കഴിച്ചിട്ടില്ല. നീ എന്ത് വൈകിയത്? ബസ് കിട്ടാൻ നേരം വൈകി. ആ. കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ, അഭയം നൽകണേ. ചേച്ചി, ചേച്ചി, ഡോക്ടർ എന്താ പറഞ്ഞേ? അയ്യോ ചേച്ചി, ശ്വാസം കിട്ടാത്ത പോലെ. എന്ത് പറ്റി ചേച്ചി? ഞാൻ ഡോക്ടറെ വിളിക്കാം. എന്തു പറ്റി? എന്തെന്നറിയില്ല ഡോക്ടറെ. നല്ല ചുമയും ശ്വാസം മുട്ടും. ആണോ? കുറെ നേരമായി ചുമക്കാൻ തുടങ്ങിയിട്ട്? ആ, കുറച്ച് സമയമായി. ഓക്കെ, ഒന്ന് പരിശോധിച്ചേക്കാം. ശ്വാസം വലിച്ച് ഒന്നുകൂടി. ഓക്കെ, ഒന്ന് പുറം കാണിച്ച് ശ്വാസം വലിച്ച് അഗെയിൻ. ഏയ്, കുഴപ്പമൊന്നും കാണുന്നില്ല. ആ റിപ്പോർട്ടൊന്ന് കാണിച്ചേ. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ. റിപ്പോർട്ടൊക്കെ ഓക്കെയാണ്. ചേച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഏയ്, കുഴപ്പമൊന്നുമില്ല. എല്ലാം ഓക്കെയാണ്. ചേച്ചി കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കറിയില്ല. ചേച്ചി ഇത് നോക്കി, കൊള്ളാല്ലേ? ഇത് ഇൻസ്റ്റാൾ ചെയ്യണോ ചേച്ചി? ഇപ്പൊ വേണ്ട, ആവശ്യമില്ല. ആ, അച്ഛനാ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛനിരിക്കേ.
എന്താ അസുഖം? അസുഖം എന്താണെന്ന് അറിയില്ല. ദൈവം എല്ലാം അറിയുന്നുണ്ട്. ഒന്നും സംഭവിക്കില്ല. എല്ലാം ദൈവത്തിൻ്റെ ഓരോ പരീക്ഷണങ്ങളാണ്. മക്കൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അച്ചോ, ഇതൊക്കെ അനുഭവിച്ച് ഞങ്ങൾക്ക് മതിയായ അച്ചു. ഞങ്ങളുടെ പപ്പ മരിച്ച പിന്നെ തുടങ്ങിയ കഷ്ടപ്പാടും പ്രാരാബ്ദവും ഒക്കെയാ. ഇപ്പൊ ദേ ഇതും അനുഭവിക്കുന്നവർക്ക് അറിയൂ അച്ചോ അതിന്റെ കഷ്ടപ്പാട്. മോളെ, ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പരീക്ഷണമാണ്. ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാനും വിഷമിപ്പിക്കാനും അല്ല പറയുന്നത്. ശരിയാണ് അച്ചു. ഞാൻ കാരണം എൻ്റെ കുടുംബത്തിന് ഇത്ര നാളെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഈ വേദനയിൽ നിന്ന് ഒന്ന് മുക്തി നേടിയാൽ മതി അച്ചു. പപ്പ പോയാൽ പിന്നെ മമ്മി വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ ഇവിടെ വരെ എത്തിച്ചത്. ഇപ്പോൾ എനിക്ക് ഈ അസുഖവും വന്നു. ഞങ്ങൾ ഇനി എന്ത് ചെയ്യച്ചോ? എല്ലാം ശരിയാവും മോളെ. ദൈവത്തെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ. എല്ലാം ശരിയാവും. ഞാനൊന്ന് നോക്കട്ടെ. ഹലോ ഹലോ, പാപ്പച്ചനല്ലേ? പാപ്പച്ചൻ ഇപ്പം ഫ്രീ ആണെങ്കിൽ ഒന്നിങ്ങോട്ട് വരൂ. അതെ, പണിക്കേഴ്സ് ഹോസ്പിറ്റൽ, കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഹോസ്പിറ്റൽ. ഒന്നിങ്ങോട്ട് വരണം. ഓക്കെ, ഇപ്പോൾ എല്ലാം ശരിയാകും. അച്ഛൻ നേരത്തെ വന്നല്ലോ. ഞാനിവരെ ആശ്വസിപ്പിക്കുകയായിരുന്നു. അച്ഛനിരിക്കെ. പാപ്പച്ചൻ അത്ഭുതങ്ങൾ നമുക്ക് കാണിച്ചു തരും. ഇവര് രോഗി എന്നതിലുപരി ഞാൻ ഈ കുടുംബത്തോട് നന്നായി ഇതിനെക്കുറിച്ച് ആലോചിച്ചു. ഞാൻ ഈ കാര്യം പലരോടായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സബീന, സുഖമല്ലേ? അതെ ഡോക്ടർ. ഇപ്പൊ എങ്ങനെയാ ഫീലിങ്സ്? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. രാത്രി ഉറക്കക്കുറവുണ്ട്. എനിവേ, ഞാൻ കുറച്ചും കൂടി മരുന്ന് എഴുതി തരാം. ഇത്തിരി ഡോസ് കൂടുതലായിരിക്കും. നമ്മുടെ ഒരു അവസാനത്തെ ശ്രമമാണിത്. പക്ഷേ ഇതിൽ നമുക്ക് പറ്റിയില്ലെങ്കിൽ ഒരു മേജർ ഓപ്പറേഷൻ വേണ്ടിവരും. ഓക്കെ സെറീന, വൈകുന്നേരം എൻ്റെ ക്യാബിനിലേക്ക് ഒന്ന് വന്നേക്കണം. അച്ഛാ, എനിക്ക് റൗണ്ട്സിന് സമയമായി. ഓക്കെ, യു ടേക്ക് റെസ്റ്റ്. ഓക്കെ. ഈശോമിശിഹായ്ക്ക് സ്തുതി. വരൂ വരൂ, പാപ്പച്ചൻ പെട്ടെന്ന് എത്തിയല്ലോ. കുഴപ്പമില്ല, മോളവിടെ ഇരുന്നോ. ഹായ് മോളെ. ഈ മോളാ അല്ലേ? ഈ മോൾക്ക് വേണ്ടിയാണല്ലേ? ഇയാൾക്കാണ് ട്രീറ്റ്മെന്റ്. ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? ഇപ്പൊ വേദനയ്ക്ക് കുറവുണ്ട്. മോളെ, ഇതാണ് അച്ഛൻ പറഞ്ഞ പാപ്പച്ചൻ. ഈ പാപ്പച്ചനെ 2 വർഷം കൊണ്ട് എനിക്കറിയാം. എല്ലാം നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന അച്ചായനാണിത്. എനിക്കറിയാവുന്ന 1-2 ഹിന്ദു പെൺകുട്ടികൾക്ക് കല്യാണത്തിന് പൈസ കൊടുത്ത് സഹായിച്ച ആളാണ്. അതൊന്നും പറയേണ്ട കാര്യമില്ല. അല്ല, നല്ല കാര്യങ്ങൾ പറയണം. അതല്ലേ ശരി. നമുക്ക് വേണ്ടി നല്ല നല്ല സഹായങ്ങൾ അച്ഛൻ ചെയ്തു തരുന്ന നമുക്ക് വാഗ്ദാനം ചെയ്തു. മോളെ, കുറച്ച് വെള്ളം കൊടുക്ക് കുടിക്കാൻ. അച്ചോ, അച്ഛൻ പറഞ്ഞത് ഞാൻ കേട്ടു. 10 ലക്ഷം രൂപയുടെ പ്രോബ്ലമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ ക്യാഷ് കൊടുത്ത് ഈ കുടുംബത്തെ സഹായിക്കാൻ എനിക്കൊരു കാരണമുണ്ടായല്ലോ. തീർച്ചയായും തീർച്ചയായും. എന്താണ് കാരണം? ഞാനൊരു ബിസിനസ്സുകാരനായിരുന്നു അമേരിക്കയിൽ. ഞാനൊന്ന് പറയട്ടെ മോളെ, കേൾക്കണം. ഞാനൊരു ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്കതിൻ്റെ ഏണിങ്സ് കിട്ടണം. പറഞ്ഞത് മനസ്സിലായോ? ഞാൻ ഇയാളെ സഹായിച്ചാൽ ഞാനൊരു പാലം ഇട്ടു തരാം. അപ്പോൾ എനിക്ക് അങ്ങോട്ടും വരണം, നിങ്ങൾക്ക് ഇങ്ങോട്ടും വരാം. ഞാൻ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞു തരുന്നത്. അച്ചായൻ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ ചോരയും നീരും ഉള്ളൊരു മനുഷ്യനാണ്. വികാരങ്ങളും വിചാരങ്ങളുമുള്ള ഒരു മനുഷ്യൻ. ഇപ്പോ ഇത് മോൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഓരോന്ന് മനസ്സിലാകും. ഇതാ ഞാൻ ഉദ്ദേശിക്കുന്നത്. കർത്താവേ, എന്താ ശരിയല്ലേ മോളെ? തണുത്ത വെള്ളം കിട്ടുമോ? ഭയങ്കര ദാഹം. തണുത്ത വെള്ളം വേണേ? ഗ്ലാസ് കൊടുത്തോ? ഒരു ഫുൾ ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്നാൽ മതി. ബോട്ടില്ല. ഓ, താങ്ക് യു താങ്ക് യു താങ്ക് യു. മോളുടെ ഫോണും തന്നേ. നോക്കിയേ, ഇതൊന്ന് തുറന്നേ. ഇതെന്റെ ഫോൺ നമ്പറാ. ഇത് സേവ് ചെയ്തേക്ക്. വലിയ വീട്ടിലെ അല്ല, വലിയ കൊട്ടാരത്തിൽ പാപ്പച്ചായൻ. സേവ് ചെയ്ത് വെച്ചേക്ക്. അപ്പൊ ഞാൻ ഇടയ്ക്ക് വിളിക്കാം. എനിക്കൊരു ഹായ് ഇട്ടേക്കണേ എൻ്റെ ഫോണിലോട്ട്.
അച്ചോ, അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. നമുക്ക് ഒരുമിച്ച് പോവാം. ദൈവം രക്ഷിക്കട്ടെ. ചേച്ചി, നമ്മുടെ അച്ഛൻ വലിയൊരു അനുഗ്രഹമാണ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. ദൈവം സഹായിക്കും. ദൈവം രക്ഷിക്കട്ടെ. സെറീന, ഞാൻ മരുന്നിന്റെ ഡോസ് കൂട്ടിയ കാര്യം മനസ്സിലായല്ലോ. കൂടിയ ഡോസ് പ്രിസ്ക്രിപ്ഷനിൽ കാണും. ഈ മരുന്ന് കഴിച്ചിട്ടും ഓപ്പറേഷനിലേക്ക് പോകേണ്ടി വന്നാലല്ലേ, അത് നമുക്ക് അന്നേരം നോക്കാം. ഇനി ഞാൻ വ്യക്തമായി പറഞ്ഞാൽ 10 ലക്ഷം രൂപയാണ് ഓപ്പറേഷനുള്ള മുടക്ക്. എവിടെ നിന്ന് ഈ 10 ലക്ഷം രൂപ ഞാൻ ഉണ്ടാക്കും? ആലോചിക്കും തോറും എനിക്ക് ചത്താ മതിയെന്നായി. ധൈര്യമായിരിക്കേ, ദൈവം നമുക്കൊരു വഴി കാണിച്ചു തരും. സമാധാനമായിരിക്കൂ. ഇത്രയും തുക എവിടെ നിന്ന് ഉണ്ടാക്കും? ഇനി വിൽക്കാനായിട്ട് ഒന്നുമില്ല. വീടിന്റെ ആധാരം വിറ്റ കാശുകൊണ്ടാ ഇതുവരെയുള്ള ചേച്ചിയുടെ ട്രീറ്റ്മെന്റ് നടത്തിയത്. ഒന്നുമില്ല. ഇനി കുറെ സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ സെറീനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സെറീന, എന്റെ ഫീസ് ഞാൻ വാങ്ങുന്നില്ല. എന്നിരുന്നാലും ഒരു 8.5 ലക്ഷം രൂപയെങ്കിലും വേണ്ടിവരും. എന്റെ സൗന്ദര്യം കണ്ടിട്ടാണോ ചേച്ചിയുടെ ഫീസ് കുറയ്ക്കണത്? ഓ, അങ്ങനെയൊന്നും അല്ല. ഞാൻ ഡോക്ടറെ കുറ്റം പറഞ്ഞതല്ല. ഡോക്ടർക്ക് എന്നെ ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം. നല്ല സൗന്ദര്യവും നല്ല വിദ്യാഭ്യാസമുള്ള കുടുംബത്തിൽ നിന്നാണ് സെറീന. എനിക്കിഷ്ടമാണ് എൻ്റെ ജീവിത സഖിയാക്കാൻ. ഡോക്ടർ, ഞാൻ ഇറങ്ങാണ്. യെസ്. ഹലോ. ആ മമ്മി, ബയോപ്സി റിപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. 10 ലക്ഷം രൂപ വേണമെന്ന്. നമ്മൾ എവിടെ നിന്ന് ഇത്രയും കാശുണ്ടാക്കും? എനിക്കറിഞ്ഞൂടാ. ഞാൻ എന്തായാലും വീട്ടിലോട്ട് വരാം. മമ്മി ഇപ്പോൾ അവിടെ ഇല്ലേ? ആ ശരി, ഞാൻ എന്തായാലും ഇപ്പം തന്നെ വരാം. നമുക്ക് വന്നിട്ട് സംസാരിക്കാം. ആ ഓക്കെ. ഞാൻ അവിടെയൊക്കെ തിരക്കായിരുന്നേ. അപ്പൊ അവര് പറഞ്ഞു ഇവിടെ ഡോക്യുമെന്റ്സ് അല്ലേ അന്ന് പറഞ്ഞേ? എല്ലാം ഉണ്ടോ? എല്ലാം ഉണ്ട്. മോള് ഫോട്ടോ വേണമെങ്കിൽ എടുത്തോ. എടുത്തിട്ട് ഒറിജിനൽ എനിക്ക് തിരിച്ചു തന്നാൽ മതി. കോപ്പി ഒന്നും ഇല്ലല്ലേ? കോപ്പി ഒന്നുമില്ല. അപ്പോ ഇതാണ് നിങ്ങളുടെ ഓഫീസല്ലേ? ആ, ഇത് തന്നെ ഓഫീസ്. ആ, നന്നായിട്ടുണ്ട്. ആദ്യമായിട്ടാണോ വരുന്നത്? ഞാനിവിടെ ആദ്യമായിട്ടാണ്.
അപ്പൊ മോളുടെ മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ ശരിയായിക്കൊള്ളാം. ആ ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം. മോൾക്ക് സമയമുള്ളപ്പോൾ നമുക്ക് കാപ്പി കുടിക്കാൻ പോകാം. ആ. ആ ഓക്കെ ഓക്കെ, എന്നാ പിന്നെ നമുക്ക് കാണാം. ആ ശരി. ബൈ. കാണണം കേട്ടോ. ആ. ഹലോ ഹലോ, ആ സെലീന മോളാണോ? ആ ഞാനാ. എന്തുകൊണ്ട് മോള് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്ന. അവിടെ എന്തുണ്ട് വിശേഷം? ഒത്തിരി നാളായല്ലോ നമ്മൾ കണ്ടിട്ട്. ഓക്കെ, നമ്മുടെ ആ വസ്തുവിന്റെ കാര്യം വല്ലതും ആയോ മൂന്നാറിലെ? ആ ഞാനത് നോക്കിയായിരുന്നു. ഒന്നുകൂടെ നോക്കിയിട്ട് സാറിനെ വിളിക്കാം. മോൾ എന്നെ സാറേന്ന് വിളിക്കണ്ട, എന്നെ അമേരിക്കൻ അച്ചായനെന്ന് വിളിക്കുന്നതാണ് അച്ചായന് ഇഷ്ടം. ശരി അച്ചായ. ഇനി എന്നെ അങ്ങനെയൊക്കെ വിളിച്ചാ പോരായോ? ശരി അങ്ങനെ വിളിക്കാം. മമ്മിയോടും പറയണേ. മമ്മി എന്തെടുക്കുകയാണ് മോളെ? ഓക്കെ എന്നാ, താങ്ക് യു, ഐ ലവ് യു, ബൈ. ഹലോ ഹലോ. ആ സബീന മോളാണോ? അതെ. സബീന, ഞാൻ അമേരിക്കൻ അച്ചായനാ. ആ എനിക്ക് മനസ്സിലായി. ഞാൻ വലിയ കൊട്ടാരത്തിൽ പാപ്പച്ചായൻ. ആ ഉവ്വ്, അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുണ്ട് മോളെ വിശേഷങ്ങളൊക്കെ? ഈ അച്ചായനെ മറന്നുപോയോ മോള്? മോളുടെ ഓപ്പറേഷനും കാര്യങ്ങളെല്ലാം ഞാനാ നടത്താൻ പോകുന്നത്. മോൾക്ക് എത്രയും പെട്ടെന്ന് പൂർണ്ണമായ ആരോഗ്യം ലഭിക്കും. എന്നിട്ട് മോളെയും അമ്മയെയും അനിയത്തെയും ഒക്കെ ഞാൻ അമേരിക്കയ്ക്ക് കൊണ്ടുപോകും. നമുക്ക് അമേരിക്കയിൽ അടിച്ചു പൊളിക്കണം. മോളുടെ അസുഖമെല്ലാം മാറുമ്പോൾ എൻ്റെ ഫോൺ നമ്പർ മോളുടെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ സമയമുള്ളപ്പോഴെല്ലാം വിളിക്കണം കേട്ടോ. ഇതെൻ്റെ വാട്സാപ്പ് നമ്പറാണ്. ഓക്കെ മോളെ, എന്നാ അപ്പോൾ അച്ചായൻ ഫോൺ വെക്കട്ടെ? ഓക്കെ, താങ്ക് യു. സമയമുള്ളപ്പോൾ വിളിക്കാം. ബൈ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാൻ പള്ളിയിൽ നിന്നും പാപ്പച്ചനെ കാണാൻ വരികയായിരുന്നു. ഓ, കറക്റ്റ് ടൈമാണല്ലോ അച്ഛൻ അതെ, വന്നത്. കറക്റ്റ് ആയിരുന്നു. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ട് ഇരുന്ന് സംസാരിക്കാം. വരാം, സംസാരിക്കാം. അച്ചോ. അച്ചോ, ഒരു സ്മോൾ എടുക്കട്ടെ. സാത്താൻ, പിരിഞ്ഞു പോ. ഞങ്ങൾ അച്ഛന്മാർ കുടിക്കാറില്ല, അത് ദൈവത്തിന്റെ ആജ്ഞയാണ്. അച്ഛൻ്റെ മെക്കെട്ട് കയറണ്ട. ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് പറഞ്ഞാൽ മതി. അല്ലാതെ പാത്തും പതുങ്ങിയും പറയുന്നത് നല്ല കാര്യമല്ല. ഓ, ഇത്രയും നല്ലൊരു പാർട്ടി ഈ കഴിഞ്ഞ കാലത്ത് ഞാൻ കണ്ടിട്ടില്ല. കാര്യങ്ങളുടെ കിടപ്പൊക്കെ എങ്ങനാ പറഞ്ഞോ? പാപ്പച്ചായ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? പാപ്പച്ചായൻ പറഞ്ഞില്ലായിരുന്നോ ഇവിടെയാണ് ആദ്യം വന്നിട്ട് ആ, എൻജോയ് ചെയ്തെന്ന് പറഞ്ഞായിരുന്നു. പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, അമേരിക്കയിലൊന്നും ഇങ്ങനെയുള്ള എൻജോയ്മെന്റ് നടന്നിട്ടില്ല? പാപ്പച്ചൻ വളരെയധികം കഷ്ടപ്പാടുകൾ ഒക്കെ സഹിച്ച് ഇത്രയൊക്കെ ഇപ്പോഴും അറിഞ്ഞാൽ പാപ്പച്ചൻ മതിയെന്ന്. ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപ്പച്ചായൻ, നമ്മളിപ്പോ ഡിസ്കഷൻ വന്നിരിക്കുന്നത് സെറീനയുടെ ചേച്ചിയുടെ ഓപ്പറേഷന്റെ കാര്യത്തിന് വേണ്ടിയാണല്ലോ. ആണ്. പാപ്പച്ചായൻ കുടിപ്പുറത്തൊന്നുമല്ലോ ഒറ്റ തന്തയ്ക്ക് പറയുന്നത്. പിറന്ന ഒരു കാട്ടുകൊമ്പനാണ്. 40 വർഷം അമേരിക്കയിൽ കിടന്ന് ചൊരച്ചിട്ട് വന്ന മനുഷ്യനാണ്. ആ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഒരു 10 ലക്ഷം രൂപ വേണ്ടി വരും. പാപ്പച്ചാൻ അത് തരുമല്ലോ? ആ ഒരു ഉറപ്പിലാണെങ്കിൽ നമുക്ക് ഉടനെ ഓപ്പറേഷൻ നടത്താം. ഞാൻ തന്നിരിക്കും. ഞാൻ ചെക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്ക് ഞാൻ തന്നില്ലയോ എന്തെങ്കിലും കുടിക്കാൻ? അത് നക്കിയിട്ട് കുറച്ച് മാറി നിന്നാ മതി. ശരി സാർ. അല്ലെങ്കിൽ അവിടെ ഇരുന്നോ നീ. ആ പെങ്കൊച്ചിന്റെ ഓപ്പറേഷൻ ഉടനെ നടക്കണം. ചെക്ക് തരാം, ഒറ്റ കണ്ടീഷൻ. സെറീന. അപ്പോ സെറീനയുടെ ചേച്ചിയുടെ ഓപ്പറേഷന്റെ പൈസ ഞാൻ തരും. എന്നാലേ ആ ഫണ്ട് അമേരിക്കയിൽ നിന്നും ക്ലിയർ ആയി വരത്തുള്ളൂ. അതെങ്ങാനും വല്ല വണ്ടിച്ചക്കാണോ പാപ്പച്ചായ? ഞാൻ ചോരയും നീരും വികാരവും വിചാരവുമുള്ള ഒരു പ്രവാസി മലയാളിയാണ്. എനിക്ക്
നിങ്ങളെയൊക്കെ വണ്ടി ചെക്ക് തരുവാനോ കളിപ്പിക്കാനോ അതിന്റെ ആവശ്യമില്ല. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ആദ്യമായിട്ടാണല്ലോ പരിചയപ്പെടുന്നത്. അപ്പൊ ഡോക്ടർ ചെക്ക് വാങ്ങ്. ഒരാഴ്ചത്തെ കാര്യമല്ലേ പറയുന്നുള്ളൂ. If you are guaranteed, give a check. We'll do a operation right away. Okay? ഡോക്ടർക്ക് തലയ്ക്ക് പിടിച്ചു എന്നാ തോന്നുന്നേ. എല്ലാം ഇംഗ്ലീഷിലാ പറയുന്നത്. ഞാൻ ചെക്ക് കൊണ്ടുതരാം. അച്ഛന്റെ മുമ്പിൽ വെച്ച് ഞാൻ കൈമാറും. എന്തിനാടാ നോക്കി വെള്ളം മറക്കുന്നത്? വേണമെങ്കിൽ ചോദിച്ചാ പോരെ അച്ചായനോട്. കുടിച്ചോടാ, ഇന്ന് നിന്റെ ദിവസമാ. ഇവന്റെ അപ്പനെ കപ്പ്യാരായിരുന്നു. എന്റെ അപ്പൻ ആ പള്ളിയിലൊരു പ്രമാണിയായിരുന്നടോ. ഈ ബംഗ്ലാവെല്ലാം നോക്കി നടത്തുന്നത് ഇവനാ. പാപ്പച്ച, ഇവന് കാലത്തെ പോണ്ടതാ. ഓക്കെ അച്ഛോ, ചെക്ക് കൊടുത്തേക്കൂ. ഞാനേ ഇപ്പൊ ഇങ്ങ് വരാം. ആളൊരു മിടുക്കനാ. ആ ചെക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയാല് കാര്യങ്ങൾ നിൽക്കാം. ചെക്ക് ഇപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ പാപ്പച്ചൻ പറഞ്ഞല്ലോ ഒരാഴ്ചയെങ്കിലും വെയിറ്റ് ചെയ്യണമെന്ന്. വെയിറ്റ് ചെയ്യാം. അച്ഛൻ എന്ത് പറയുന്നു? തീർച്ചയായും ഞാൻ കാര്യം കഴിക്കാൻ എന്തെങ്കിലും വേണ്ട, ഇത് വേണേൽ കുടിച്ചോ. ഒരു ഗ്ലാസ് വേണേ വരുന്നതിന് മുമ്പ് കഴിച്ചോ. എന്തിനാ സാത്താനെ ഇങ്ങനെ കുടിപ്പിക്കുന്നത്? കാര്യസ്ഥനല്ലേ, ഡ്രൈവറല്ലേ, മാനേജറല്ലേ, 3 വകുപ്പിൽ കുടിക്കാലോ. എല്ലാം മുകളിലൊരാൾ കാണുന്നുണ്ട്. എന്തിനാ മുകളിലേക്ക് നോക്കണത്? പാപ്പച്ചൻ ഇപ്പൊ വരും. വേഗം അവിടെ ഇരുന്നോ. ഓപ്പറേഷനുള്ള കാര്യങ്ങൾ നീക്കേണ്ടി വരും. ചെക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? ചെക്ക് കൊണ്ടുവന്നു. പേന മറന്നുപോയി. ഇതാ പേന. ഓ, ഡോക്ടർ പേനായും കൊണ്ടാ ഇപ്പൊ നടക്കുന്നത്. 10 ലക്ഷം തന്നെ എഴുതണം 10 കേട്ടോ. ലക്ഷത്തിന് എത്ര പൂജ്യമാ ഡോക്ടറെ? 7 10. അപ്പൊ 1 എഴുതിയിട്ട് 6 പൂജ്യം ഇടണോ? മോനെ തൊമ്മി, 10 ലക്ഷം ഞാന് നിന്റെ പേരിൽ കൊടുക്കുക. കൊടുക്കട്ടേടാ? കൊടുത്തോളൂ. ഓക്കെ, നല്ലൊരു കാര്യത്തിന് വേണ്ടിട്ടല്ലേ. പ്ലീസ് ഇഷ്യൂ ദ ചെക്ക്. അപ്പോളേ ചെക്ക് ഞാൻ എൻ്റെ പേരിൽ സെൽഫ് ചെക്ക് എന്ന് എഴുതാം. പുറകിൽ 3 സൈൻ ഇട്ടാ മതിയല്ലോ. ഈ ഓപ്പറേഷൻ ഒരു കോംപ്ലിക്കേഷനാ. അതേപോലെ തന്നെ ഈ ചെക്ക് കോംപ്ലിക്കേറ്റഡ് ആവാണ്ട് നോക്കണം. പാപ്പച്ചായ എഴുതിയോ? വലിയ കൊട്ടാരത്തിൽ പാപ്പച്ചൻ 10 ലക്ഷം രൂപയുടെ. അച്ചോ, ഈ ചെക്കൊന്ന് നോക്കിയേ. സൈനും നമ്പറും പേരും ഒക്കെ ഉണ്ടോന്ന്. 10 lakhs. നമുക്ക് ഡോക്ടർക്ക് ഇതൊന്ന് കൈമാറണം. ഇത് സെറീനയുടെ ജീവിതത്തിന്റെ പ്രശ്നമാണല്ലോ. തീർച്ചയായും സെറീനയുടെയും നല്ലൊരു കാര്യമാണ്. അവളുടെ കുടുംബവും എനിക്ക് വേണ്ടപ്പെട്ടതായി. ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ ഈ ചെക്ക് ഡോക്ടർക്ക് കൈമാറുന്നു. താങ്ക് യു പാപ്പച്ചായ. താങ്ക് യു ഞാൻ അങ്ങോട്ടാണ് പറയേണ്ടത്. 10 ലാക്ക് ഓക്കെ. അപ്പോൾ നമുക്ക് ഉടനടി ഓപ്പറേഷൻ നടത്താം. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ ചെയ്തുതരും. എന്നാ നമുക്കൊന്ന് വെടിവെക്കാൻ പോയാലോ? വെടിവെക്കാനോ? എന്താ പാപ്പച്ചൻ പറയുന്നത്? പാപ്പച്ചൻ ഉദ്ദേശിച്ചത്? അദ്ദേഹം ഉദ്ദേശിച്ചത് വേട്ടയാടാൻ വേണ്ടിട്ടാ. വെടിയിറച്ചി വെടിയിറച്ചി നല്ല സ്വാദാ കഴിക്കാൻ. ഞങ്ങൾ ഉദ്ദേശപടി അതല്ല. സാത്താന്റെ മക്കളാ, എന്താ ചെയ്യാ? എടാ തൊമ്മി, നീ വിളിച്ച് പറഞ്ഞിരുന്നോ ആശാനെ ഒന്നും ഇങ്ങോട്ട് വിടാൻ? ഓ, അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം എനിക്ക്. ഭയങ്കര കലാകാരനാ. എന്നാ വിളിക്ക് പാപ്പച്ചായ. പാട്ടുകാരനെ വേഗം കൊണ്ടുപോവാ. നല്ല ഫിറ്റായി പാപ്പച്ച. ആ തൊമ്മി കുഞ്ഞ് നോക്കടാ, അവിടെ ആരാണ്ട് വന്നിട്ടുണ്ട്. അച്ചായ, ആള് വന്നിട്ടുണ്ട്. ആഹാ, കൊണ്ടുപോവാ. ആ, നമ്മുടെ പട്ടര് വന്നേ. പാട്ട് കേൾക്കണ്ടേ? പാട്ട് കേൾക്കണമല്ലോ. പട്ടര് നല്ല പാട്ട് പാടുന്ന കേട്ട്. ആ പാപ്പച്ചോ, ആ, പാപ്പച്ചൻ പറഞ്ഞ പട്ടര് ഇതാണ് നമ്മുടെ പട്ടര് മാഷ്. നന്നായി പാടുന്ന കേട്ടല്ലോ. ഒരെണ്ണം പിടിപ്പിച്ചിട്ട് പാടിയ പോരായിരുന്നു. എന്താ പട്ടര് ഇങ്ങനെ? ആ, ആകെ കൂടി ഒരു മൂഡ് വന്നിട്ടുണ്ട്. വെള്ളം അത് പട്ടര് ഇഷ്ടത്തിന് ഒഴിച്ചോ.
दोबारा दोबारा मेरे इश्क को तुम बगीचे में आके पूछता है क्यों दोबारा दोबारा मेरा इश्क को तुम बगीचे में आके पूछता है क्यों अनाड़ी हूँ मैं अनाड़ी हूँ मैं गरीबी हूँ मैं अनाड़ी हूँ मैं गरीबी हूँ मैं अनाड़ी हूँ मैं गरीबी हूँ मैं मगर तुझे भूल जाना नामुमकिन है मगर तुझे भूल जाना नामुमकिन है क्योंकि दिल में हुआ तेरा परिचय ഡാ തൊമ്മിയെ ഓ വേണ്ടുന്നെന്താന്ന് വെച്ചാൽ പട്ടരൊക്കെ കൊടുത്ത് വിട്ടേക്കണം. ശരിയാ ചായ കൈ കാലിയാക്കി വിടരുത് കേട്ടോ. ആ നീ വന്നാ ആ ചേട്ടാ. നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി അച്ചായനെ പറ്റിയാണ്, വേറെ ആരുമല്ല. അച്ഛനെ പറ്റി അങ്ങേര് ഭയങ്കര പെണ്ണുപിടിയാണ്. അയാള് അമേരിക്കൻ പണവും മറ്റുള്ള പണത്തിൻ്റെയും മാത്രമേ ഉള്ളൂ. അച്ചായൻ പെട്ടെന്ന് പിന്നെ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത ഉടനെ ഒരു ഇടുത്തടിച്ച പോലെ പറയും. അതെ, അതൊന്നും കണക്കാക്കണ്ട. ആ ഇതൊന്നും അച്ചായന് ഇഷ്ടാവില്ല കേട്ടോ, അദ്ദേഹത്തിന് ഇഷ്ടാവില്ല. ഇതാ ആ ഇതൊക്കെ മാറ്റി ഇങ്ങനെയുള്ള സ്റ്റൈലൊന്നും അദ്ദേഹത്തിന് അച്ചായന് ഇഷ്ടമല്ല. ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ചുള്ള വരവാണ്. ആ അതേട്ടാ, ജോലി ഉപേക്ഷിച്ച് വന്നാണോ? ഇതെനിക്ക് വിടാൻ പറ്റില്ല. നീ ഒന്ന് നോക്ക്, നീ വന്നാലേ ആ നിലയ്ക്ക് നീ അച്ചായനായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോ. നീ വായോ. ആ ഹലോ. ആ ആ പറഞ്ഞോ ഡോക്ടറെ. ആ പിന്നെ വേറൊരു കാര്യം, ഈ സർജറി എത്ര നേരം ഉണ്ടാവും ടൈം? എനിക്കൊന്ന് വേറൊരു പരിപാടി ഉണ്ടായിരുന്നു. ഡോക്ടർ എന്നോട് കറക്റ്റായിട്ട് ആ ഡേറ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് പറഞ്ഞാൽ മതി, കൺഫേം ആയിട്ട്. മിനിമം ഒരു 5 മണിക്കൂർ എടുക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാർഡിലേക്ക് മാറ്റാം. ആ ആ ശരി ശരി. സെറീന വരുമ്പോഴേക്കും നമ്മൾ വാർഡിലേക്ക് മാറ്റിയിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഓക്കെ, ഐ വിൽ മാനേജ് ഇറ്റ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഓക്കെ, ബൈ ബൈ. താങ്ക് യു. ഓക്കെ, വിളിക്കാം. ബൈ. ഓക്കെ. അച്ചോ ഒന്ന് എടുക്കച്ചോ. അച്ഛാ. ആ സുഖം സുഖം. ഹലോ അച്ഛാ. അച്ഛാ അച്ഛാ ഒരു കാര്യം. ആ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തോ? അച്ഛോ എനിക്ക് തന്ന ആ ചെക്ക് 10 ലക്ഷത്തിന്റെ ചെക്ക് ഉണ്ടല്ലോ അച്ഛാ, ഞാനത് ഡിപ്പോസിറ്റ് ചെയ്തു. ആ ഡിപ്പോസിറ്റ് ചെയ്തപ്പോൾ അത് ആ ചെക്ക് അങ്ങനെ പറഞ്ഞ ബാങ്ക് ഈ ലോകത്തിലില്ല അച്ചോ. ആ ബാങ്കുകാരൊക്കെ എന്നെ വിളിച്ച് അത്രയും മറ്റതൊക്കെ വിളിച്ച് നാശാക്കി അച്ചോ. ആളെ വിളിച്ചിട്ടാണ് ഈ ഫോൺ എടുക്കുന്നില്ല, ഒന്നും എടുക്കുന്നില്ല. ആള് നമ്മളെ പറ്റിച്ചിട്ട് പോയെന്നാ തോന്നുന്നേ. എന്ത് ചെയ്യും അച്ഛാ, ഒന്ന് പറ. അയ്യോ ചതിച്ചല്ലോ. ആ ദുഷ്ടൻ അങ്ങനെ ചെയ്തോ? അതെ, ഞാൻ സെറീനെ വിളിച്ചു, സെറീന മമ്മീനെ വിളിച്ചു, ആരും ഫോൺ എടുക്കുന്നില്ല അച്ചോ. ഞാനിപ്പോ എന്ത് ചെയ്യും അച്ഛാ? ആ പാവങ്ങളിൽ എന്ത് ചെയ്യും? അവര് വലിയ പ്രതീക്ഷയിലാണ്. അദ്ദേഹം നമ്മളെ പാപ്പച്ചൻ നമ്മളെ ചതിച്ചു. ഞാൻ അദ്ദേഹത്തെ ഫോൺ വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല. എന്ത് ചെയ്യും അച്ഛാ, ഒന്ന് പറ. ദൈവം കാണുന്നുണ്ട്. മമ്മി 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 ഇതെവിടെ പോയി കിടക്കാ? മമ്മി എത്ര ദിവസമായി കിടന്ന് വിളിക്കണേ? ഫോൺ എടുക്കാത്തന്നെ മമ്മി. മമ്മി എൻ്റെ പൊന്നു മക്കളെ, മമ്മിയോട് ക്ഷമിക്കണം. നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ മാറ്റാൻ വേണ്ടി ഞാൻ പാപ്പച്ചായൻ്റെ കൂടെ അമേരിക്കയിലേക്ക് പോവുകയാണ്. എത്തിയാലുടൻ തന്നെ സബീനയുടെ കോളേജ് അഡ്മിഷൻ ശരിയാക്കാം.
സെറീന മോളെയും ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പേപ്പേഴ്സ് 6 മാസത്തിനകം ശരിയാക്കാമെന്ന് പാപ്പച്ചായൻ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഇങ്ങനെ മുങ്ങിത്താഴുന്ന സമയത്ത് കിട്ടിയ ഒരു പിടിവള്ളിയാണ് ഈ പാപ്പച്ചായൻ. ഈ ലെറ്റർ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഞങ്ങൾ സിംഗപ്പൂരിൽ എത്തിയിട്ടുണ്ടാവും. മക്കൾ മമ്മിയോട് ക്ഷമിക്കണം. സബീന മോളെ, ഞാൻ എഴുതിയത് പല ആവർത്തി വായിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കെന്നോട് ക്ഷമിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരെയും ദൈവം കാക്കട്ടെ. മമ്മി. സെറീന, എൻ്റെ ഫീസ് ഞാൻ വാങ്ങുന്നില്ല. എന്നിരുന്നാലും ഒരു 8.5 ലക്ഷം രൂപയെങ്കിലും വേണ്ടിവരും. എന്റെ സൗന്ദര്യം കണ്ടിട്ടാണോ ചേച്ചിയുടെ ഫീസ് കുറയ്ക്കണത്? ഓ, അങ്ങനെയൊന്നും അല്ല. ഞാൻ ഡോക്ടറെ കുറ്റം പറഞ്ഞതല്ല. ഡോക്ടർക്ക് എന്നെ ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം. നല്ല സൗന്ദര്യവും നല്ല വിദ്യാഭ്യാസമുള്ള കുടുംബത്തിൽ നിന്നാണ് സെറീന. എനിക്കിഷ്ടമാണ് എൻ്റെ ജീവിത സഖിയാക്കാൻ. ഡോക്ടർ തജിൻ, സെറീനയെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ? സമ്മതമാണ്. സെറീന, ഡോക്ടർ തജിനെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ?